നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എന്താണെന്നോ പറയേണ്ടതില്ല. പകരം ആരും കാണാത്തപ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, ആരെങ്കിലും നിങ്ങളോട് വിയോജിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നിവ പറഞ്ഞാൽ മതി. കാരണം ആ നിമിഷങ്ങളിലാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തു വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ പോലും അംഗീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ ഒരു വശം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന ദൈനംദിന ജീവിതത്തിലെ 5 നിമിഷങ്ങളാണ്. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന 5 നിമിഷങ്ങളിലെ രസകരമായ കാര്യം ഇതാണ്. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാറ് പോലും ഉണ്ടാകില്ല. കാരണം ഇവയൊക്കെ വളരെ സാധാരണമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പല സാഹചര്യങ്ങളിലും നമ്മൾ വളരെ സ്വാഭാവികമായി പ്രതികരിക്കുന്നു, ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇവയെല്ലാമാണ് നമ്മുടെ യഥാർത്ഥ പേഴ്സണാലിറ്റിയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനിത് ചെയ്യാറുണ്ടോ എന്ന് സ്വയം ചോദിക്കാം. 1. നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത, ആവശ്യമില്ലാത്ത ആളുകളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു. നിങ്ങൾക്കൊന്നും തിരിച്ചു നൽകാൻ കഴിയാത്ത ആളുകളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു വെയിറ്റർ, ഒരു ഡെലിവറി ബോയ്, ഒരു ക്ലീനിംഗ് തൊഴിലാളി, ഒരു റിസപ്ഷനിസ്റ്റ്. നിങ്ങൾ അവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ക്ഷമയോടെയാണോ? അടിസ്ഥാനപരമായ ബഹുമാനം കൊടുക്കാറുണ്ടോ? അതോ അവരിൽ നിന്ന് നിങ്ങൾക്കൊരാവശ്യവുമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റം മാറാറുണ്ടോ? ഒരാളിൽ നിന്ന് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനുള്ളപ്പോൾ മാന്യമായി പെരുമാറാൻ ആർക്കും കഴിയും. എന്നാൽ തിരിച്ചൊന്നും കിട്ടാനില്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തരുന്നത്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മളിലുള്ള സഹാനുഭൂതിയും ദയയും ഒക്കെയാണ് ഇത്തരം നിമിഷങ്ങളിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത്. തീർച്ചയായും ഒറ്റയൊരു സംഭവം കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം മുഴുവൻ അളക്കാൻ കഴിയില്ല. പക്ഷേ ഇത് നിങ്ങളുടെ സ്ഥിരം രീതിയാണെങ്കിൽ അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വശമാണ് പുറത്തു കൊണ്ടുവരുന്നത്. 2. നിങ്ങളുടെ പ്ലാൻ പെട്ടെന്ന് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. എവിടെ പോകണം, എന്ത് ചെയ്യണം, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. പെട്ടെന്നാണ് ആ പ്ലാൻ ക്യാൻസൽ ആകുന്നത്, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ആദ്യ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ പെട്ടെന്ന് പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുമോ? അതോ ദേഷ്യപ്പെടുകയും അസ്വസ്ഥനാവുകയും ചെയ്യുമോ? അല്ലെങ്കിൽ കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ കൺട്രോളിലാക്കാൻ ശ്രമിക്കുമോ? ഇതുമല്ലെങ്കിൽ ആ അപ്രതീക്ഷിത മാറ്റത്തെ നിങ്ങൾ ആസ്വദിക്കുമോ? അനിശ്ചിതത്വങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ജീവിതത്തിൽ ഫ്ലെക്സിബിലിറ്റിയും മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനുമുള്ള ശേഷിയും നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഒരു തവണ കണ്ടെത്തിയതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കണം എന്ന് നിർബന്ധമുള്ളയാൾ, അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് സ്വഭാവമുള്ള വ്യക്തി എന്ന് സ്വയം ലേബിൾ ചെയ്യേണ്ടതില്ല. ഇവിടെ പ്രധാനം ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സ്ഥിരമായ പെരുമാറ്റം എന്താണ് എന്നതാണ്. എന്നാൽ നമ്മളെക്കുറിച്ച് ഇതിലും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന മറ്റൊരു സാഹചര്യമുണ്ട്. 3. ഒരാൾ നിങ്ങളോട് വിയോജിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ആ നിമിഷം നിങ്ങൾക്കുള്ളിൽ എന്താണ് തോന്നുന്നത്? ഉടൻ തന്നെ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ? ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിക്കാൻ വാശി പിടിക്കുമോ? അതോ മിണ്ടാതെ മാറിപ്പോകുമോ? അതുമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് കൗതുകത്തോടെ ചോദിക്കുമോ? അഭിപ്രായ വ്യത്യാസങ്ങൾ രസകരമാണ്. കാരണം അത് നമ്മുടെ ആശയങ്ങളെ മാത്രമല്ല ചോദ്യം ചെയ്യുന്നത്. ചിലപ്പോൾ ഞാനാണ് ശരിയെന്ന നമ്മുടെ ഈഗോയെ കൂടിയാണ് അത് ചോദ്യം ചെയ്യുന്നത്. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വേറൊരു മുഖം പുറത്തു കൊണ്ടുവരും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കേൾക്കാനുള്ള മനസ്സ്, വൈകാരികമായ നിയന്ത്രണം, ഇവയൊക്കെയാണ് നമ്മൾ ആ സമയത്ത് എങ്ങനെ പെരുമാറുന്നു എന്ന് തീരുമാനിക്കുന്നത്. ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റായി കരുതരുത്. നമ്മൾ നമ്മുടെ പെരുമാറ്റ രീതികൾ നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി പ്രയാസമുള്ളതാക്കാം. 4. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഒരവസരത്തിനായി നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചു എന്ന് കരുതുക. ആ പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു.
ആ അംഗീകാരം നിങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു. ആ സ്ഥാനം നിങ്ങൾക്ക് വേണമായിരുന്നു. പക്ഷെ അത് മറ്റൊരാൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ആദ്യത്തെ ഉള്ളിലെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾക്ക് അവർക്കായി സന്തോഷിക്കാൻ കഴിയുമോ? അതോ നിരാശ തോന്നുമോ? പെട്ടെന്ന് നിങ്ങളെ അവരുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുമോ? അതോ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് ചിന്തിച്ച് അസ്വസ്ഥനാകുമോ? ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചെറിയ അസൂയയോ നിരാശയോ തോന്നുന്നത് നിങ്ങളൊരു മോശം വ്യക്തിയായതുകൊണ്ടല്ല. മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുക എന്നത് മനുഷ്യസഹജമായ കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനം ആ തോന്നലിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ്. ആ വികാരത്തെ മറ്റൊരാളോട് മോശമായി പെരുമാറാൻ അനുവദിക്കാതെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതോ സ്വന്തം ആശ്വാസത്തിനായി ആ വ്യക്തിയെ തരം താഴ്ത്തി സംസാരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇനി അവസാനത്തെ 5-ാമത്തെ കാര്യം, അതാണ് ഏറ്റവും കാര്യമായി നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തു കൊണ്ടുവരുന്നത്. കാരണം അവിടെ വേറെ ആരും തന്നെയില്ല, നിങ്ങൾ മാത്രം. 5. ആരും നിങ്ങളോട് ഒന്നും ചെയ്യാൻ പറയാത്തപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? പെട്ടെന്ന് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയി 2 മണിക്കൂർ കിട്ടുന്നുവെന്ന് വിചാരിക്കുക. ജോലിയില്ല, മറ്റു പ്രോഗ്രാമുകളൊന്നുമില്ല, ആർക്കും നിങ്ങളിൽ നിന്ന് ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയാൻ ആരുമില്ല. ആ സമയത്ത് നിങ്ങൾ സ്വാഭാവികമായും എന്ത് ചെയ്യാനാണ് തിരഞ്ഞെടുക്കുക? നിങ്ങൾ ഉടൻ തന്നെ ഫോൺ എടുക്കുമോ? ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യാൻ തിരക്ക് കൂട്ടുമോ? പുതിയ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുമോ? നിങ്ങളുടെ ഇഷ്ടമുള്ള ഹോബി ചെയ്യുമോ? അതോ വെറുതെ ഒന്നും ചെയ്യാതിരുന്ന് ആ സമയം ആസ്വദിക്കുമോ? ഇത് വളരെ രസകരമായ ഒന്നാണ്. കാരണം നിങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്തപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്തുള്ളതല്ല. പകരം നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായി എന്തിലേക്കാണോ ആകർഷിക്കപ്പെടുന്നത് അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ നിമിഷങ്ങളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുൻഗണനകൾ എന്താണെന്നും നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണ് പോകുന്നതെന്നും വ്യക്തമായി കാട്ടിത്തരും. അടുത്ത തവണ നിങ്ങൾ അറിയാതെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഒരു നിമിഷം നിർത്തി സ്വയം ചോദിക്കുക, ഈ പെരുമാറ്റം എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന്. കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളിലെ വ്യക്തിത്വത്തെ പുറത്തു കൊണ്ടുവരുന്നത്. ഇപ്പോൾ പറഞ്ഞ 5 കാര്യങ്ങൾ ഇവയാണ്. 1. നിങ്ങൾക്ക് വലിയ ഉപകാരമില്ലാത്ത, ആവശ്യമില്ലാത്ത ആളുകളോട് നിങ്ങൾ എങ്ങനെ പെരുമാറും? 2. പ്ലാനുകൾ മാറ്റുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? 3. അഭിപ്രായ വ്യത്യാസങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? 4. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? 5. ആരും പറയാത്തപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ പെരുമാറ്റങ്ങളൊന്നും നിങ്ങൾ സ്വയം മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ കാണിക്കുവാനായി നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ നിങ്ങൾ അറിയാതെ തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം, ഈ 5 കാര്യങ്ങൾ വെച്ച് നിങ്ങളെ തന്നെ ഏതെങ്കിലും ഒരു ലേബിളിൽ ഒതുക്കരുത്. ഒറ്റ പ്രതികരണം കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നയാൾ, കൺട്രോൾ ചെയ്യുന്നയാൾ അല്ലെങ്കിൽ അസൂയുള്ളയാൾ ആകുന്നില്ല. നമ്മുടെ പെരുമാറ്റം വ്യക്തിത്വത്തെ ആശ്രയിച്ചു മാത്രമല്ല, നമ്മുടെ സാഹചര്യങ്ങൾ, മാനസിക സമ്മർദ്ദം, ബന്ധങ്ങൾ എന്നിവയെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം സ്വയം കുറ്റപ്പെടുത്തുന്നതല്ല, മറിച്ച് നിങ്ങളെക്കുറിച്ച് തന്നെ കൂടുതൽ അവബോധമുണ്ടാക്കുന്നതാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ വിവരിക്കുന്നതായി തോന്നിയത്? ആ നമ്പർ താഴെ കമന്റ്സിൽ പറയുവാൻ മറക്കരുത്. നന്ദി.